ഗഡികളെ നമസ്കാരം കേട്ടാ. ഓസ്ട്രേലിയ ഒരു കടൽ തീരം നോക്കി എന്നെ സെറ്റപ്പാന്ന് നോക്കി ആ കളറ് നോക്കിയ നിങ്ങള് മോളിൽ കൂടെ പറന്നു പോണ സാധനം കണ്ട, അതാണ് പാരച്യൂട്ട്. നമ്മൾ വിമാനത്തിൽ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങാനും അതുപോലെ ആകാശമാർഗം സഞ്ചരിക്കാനും ഒക്കെ ആയിട്ട് വിനോദത്തിനും പിന്നെ ഒത്തിരി മറ്റേ യുദ്ധത്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ബോംബും അങ്ങനെയുള്ള ഫുഡ് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് പാരച്യൂട്ടുകൾ ഇന്ന് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് സിൽക്കിൻ്റെ ഒക്കെ ആയിരുന്നു, ഇപ്പോൾ അത് നൈലോൺ എന്ന് പറഞ്ഞ മെറ്റീരിയലിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ പുറത്തൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ഈ സ്കൈ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട്, ആകാശത്ത് നിന്ന് എടുത്ത് ചാടുന്നവർ. അപ്പോൾ അത് ഒരു സമയത്ത് അതങ്ങ് നിവർത്തും. കണ്ടാ എത്ര നൂലുമ്പോൾ ആ സാധനം നിൽക്കണമെന്ന് നോക്കിയാൽ. ആ ചേട്ടൻ്റെ രണ്ട് കയ്യിലുള്ള സാധനത്തിലാണ് കൺട്രോൾ ചെയ്യണത്. അത് താഴ്ത്തും പൊക്കും ചെയ്യുമ്പോൾ ചെരിയും. അത് വിമാനത്തിൻ്റെ ചിറകുകൾ അതവർ ചെരിക്കും താഴ്ത്തൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആ കയ്യുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ആ ചേട്ടൻ നോക്കിയാൽ കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നു കേട്ടോ. ഒരു അരമണിക്കൂർ കൂടുതൽ ആ ചേട്ടൻ ആ സാധനം മേത്ത് കെട്ടിയിട്ട് അതിന്ന് ആകാശത്തേക്ക് ഒന്ന് പറപ്പിച്ചിട്ട് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ സമയമെടുത്തു. പലപ്പോഴും താഴേക്കൊക്കെ വീണു. പക്ഷെ എന്നാലും ആൾ അവസാനം ഈ പോണ പോക്കുണ്ടല്ലോ, അതങ്ങോട്ട് നല്ല രസകരമായ ഒരു സീനായിരുന്നു. സിമ്പിളായിട്ട് ചേട്ടൻ എന്ത് ചെയ്തു, ഒന്ന് പറന്ന് കിട്ടി കഴിഞ്ഞപ്പോൾ കല പൊന്തിച്ചു അങ്ങടെ പോയി. ആ ബാക്കിലിരിക്കുന്ന സാധനം ഒരു കുഷിയം പോലെ ചേട്ടാ, വീണ് കഴിഞ്ഞാൽ അതിനകത്ത് ഒന്ന് മെത്ത പോലെ അങ്ങ് കിടന്നോളും. അവിടെ കുറേ കാടുണ്ടായിരുന്നു, അവിടെ തടയുമെന്നൊക്കെ പേടിയുണ്ട്. പക്ഷേ ചേട്ടൻ നല്ല പണി പിടിച്ചിട്ടുള്ള ചേട്ടനാണ്. കൈയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതിൽ ആ സാധനം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ന്യൂ സൗത്ത് വെയിലാണ് മനോഹരമായൊരു ബീച്ച്. അപ്പം രഞ്ജുച്ചാൻ്റെ വീട്ടിലോട്ട് പോയതാണ്. അച്ഛൻ ഞങ്ങളെ ഒരു കടൽ തീരം കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ കണ്ട മനോഹരമായൊരു സീനാണ്. പലപ്പോഴും നമ്മൾ പാരച്യൂട്ടൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അടുത്ത് കണ്ടറിയണത് ആദ്യമായിട്ടാണ് എങ്ങനെ എത്രത്തോളം ശ്രമകരമായ ജോബാണ് അത് എന്നുള്ളത്. അവിടെ ആൾ മാത്രമല്ല കേട്ടോ, ഒത്തിരി പേര് അവിടെ വരുന്നുണ്ട്. ഓരോ കൂട്ടർ പയ്യെ സാധനം സെറ്റ് ചെയ്ത് പറക്കാനും അതേപോലെ ട്രെയിനിങ് കൊടുക്കണമൊക്കെ ഉണ്ട് അവിടെ. പറ്റിങ്ങി ഒരു ദിവസം ഇതേപോലെ പറക്കണം. സെറ്റപ്പായിരിക്കും. നമ്മളെല്ലാം പഠിക്കേണ്ടതെന്നേ. അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ട്. ഇതേ ഒരു കൂട്ടർ വന്നു, അപ്പോൾ ഒരു ട്രെയിനർ ബാക്കിലുണ്ട്. അപ്പോൾ പുള്ളി സെറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കണ്ട ഇതത്ര ഉള്ള പരിപാടി. അങ്ങ് പൊന്തിപ്പോയാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. പിന്നെ ആരുടെ കയ്യിലെ കൺട്രോള്? നമ്മുടെ കയ്യിലാ. വെച്ചിട്ട് കയറ്റായിരിക്കും. അപ്പോൾ ഇത് ഒരു അനുഭവം തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനം പറന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് പറത്താൻ എത്രത്തോളം പാടുണ്ട് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നു. ആ കടൽ തീരം നോക്കിയേ, എന്നെ സെറ്റപ്പാന്ന് നോക്കിയേ, വെള്ളം തെളിഞ്ഞ് കിടക്കണ നോക്കിയേ. കാണേണ്ട കാഴ്ച കേട്ടോ അത്. ട്രെയിനിൽ പോകുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ പോവാം. കിലോമീറ്ററുകൾ കണക്കിന് ഈ കടലിൻ്റെ സൈഡിൽ കൂടെ ട്രെയിൻ പാത. നല്ല രസമാണ്, കിട്ടു സീൻ. അപ്പം വീണ്ടും കാണാം നമുക്ക് മറ്റൊരു വീഡിയോയുമായി.